4 ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മതി. അടിപൊളി ഒരു രസമലായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കാണാം. മിൽക്ക് പൗഡർ 1 കപ്പ് എടുക്കാം. അതിലേക്ക് നമ്മൾ കോഴിമുട്ടേൻ്റെ വൈറ്റാണ് കേട്ടോ. എഗ് വൈറ്റ് ഒരു എഗ് വൈറ്റ് മതിയായിരിക്കും. എഗ് വൈറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക ആദ്യം. എന്നിട്ട് പാൽപ്പൊടിയിലേക്ക് പാൽപ്പൊടി 1 കപ്പാട്ടോ. ഞാനിവിടെ കാണിക്കുന്നത് ചെറിയ കപ്പാണ്. അപ്പോൾ ആ കണക്കിലാണെങ്കിൽ 1.5 കപ്പാവും. അത് ഒരു 3/4 കപ്പിൻ്റെ സൈസുള്ളൂ, ചെറിയ കപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1.5 കപ്പ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് പാൽപ്പൊടി എടുക്കാം. അതിൻ്റെ കൂടെ ഈ എഗ് വൈറ്റും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതി. ഒന്നും ആഡ് ചെയ്യേണ്ട. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ മാറി കിട്ടും. പേസ്റ്റായ ശേഷം അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ അടുപ്പത്ത് പാൽ ഒരു 1/2 ലിറ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാൽ നല്ലോണം കാച്ചിട്ട് കുറച്ച് കുറുക്കിയാൽ മതി. കുറുക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടത്തിന് മധുരം എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നമുക്ക് ഷുഗർ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഓൾറെഡി നമുക്ക് പാൽപ്പൊടിയിൽ നല്ലോണം സ്വീറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ. നമുക്ക് ആ പേസ്റ്റ് അതിങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സൈസൊന്നും ആവശ്യമില്ല. ബോൾസ് ആക്കിയിട്ട് തന്നെ ഇടുന്നൊന്നും ആവശ്യമില്ല. ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ നമ്മൾ ഇട്ടുകൊടുത്താൽ മതി. അത് ഷേപ്പ് ആവുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ഇളക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ നല്ലോണം ഇങ്ങനെ പഫി ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ആ പാലും ഇതും കൂടി നല്ലോണം അബ്സർവ് ചെയ്യാൻ കുറുക്കിയെടുക്കാം. അത്രേ ഉള്ളൂ ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ഇറക്കി വെച്ചിട്ട് നല്ലോണം ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കുറച്ച് ഗാർണിഷിന് ഞാൻ പിസ്ത, ബദാം, കാഷ്യൂ നട്ട്സൊക്കെ കുറച്ച് ചോപ്പ് ചെയ്തിട്ട് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂർ, 1/2 അവർ മതി. നല്ലോണം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത ശേഷം ഒന്ന് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്